കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫംഗ്ഷനിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ദ ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡർ ടെർമിനേറ്റഡ് ബൈ എ സെമിക്കോളൻ ആണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. എപ്പോഴാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിന് ശേഷമാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കണം. സോ വാട്ട് ഈസ് ദ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഫോളോഡ് ബൈ എ സെമിക്കോളൻ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഫംഗ്ഷനിന്റെ പേരെന്താണ്, അതിൽ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്, ആർഗ്യുമെന്റ്സിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ, റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ് എന്നൊക്കെയുള്ള സൂചനകളാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കമ്പൈലറിന് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ടെൽസ് ദ കമ്പൈലർ that the name of the function is sum, it has 2 arguments and the data type of each of the arguments is int and it returns an integer value. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അഥവാ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിലെ ആർഗ്യുമെന്റ്സിന്റെ ഡേറ്റ ടൈപ്പ് മാത്രം നൽകിയാൽ മതി, വേരിയബിൾസ് നൽകണമെന്ന് നിർബന്ധമില്ല. ഡേറ്റ ടൈപ്പ് സൂചിപ്പിക്കുന്നത് ഈ ഫംഗ്ഷൻ ഏത് തരം വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില ഫംഗ്ഷൻസ് ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇത്തരത്തിൽ റിട്ടേൺ ചെയ്യപ്പെടുന്ന വാല്യൂവിനെയാണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ചില ഫംഗ്ഷൻസ് ടാസ്ക് പെർഫോം ചെയ്യുന്നു, പക്ഷെ വാല്യൂസ് ഒന്നും കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. അത്തരം ഫംഗ്ഷൻസിന്റെ റിട്ടേൺ വാല്യൂ വോയിഡ് ആയിരിക്കും. ഒരു ഫംഗ്ഷനിൽ ഒന്നിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് കാണാനുള്ള ഈ ഫംഗ്ഷനിലെ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, എയുടെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. എൽസ് റിട്ടേൺ ബി. ഇവിടെ 2 റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യപ്പെടുകയുള്ളൂ. എ ബിനേക്കാളും വലുതാണെങ്കിൽ എ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി എന്താണ് ആർഗ്യുമെന്റ്സ്? ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫംഗ്ഷനിലേക്ക് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വാല്യൂസ് പാസ് ചെയ്യുന്നത്. 4 തരം ആർഗ്യുമെന്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഫോർമൽ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ ഹെഡറിലുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് വേരിയബിൾസോ കോൺസ്റ്റന്റ്സോ എക്സ്പ്രഷൻസോ ആയിരിക്കാം. ഡമ്മി ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഉപയോഗിക്കപ്പെടുന്ന വേരിയബിൾസിനെയാണ് ഡമ്മി ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫംഗ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കണം അതിന്റെ ആർഗ്യുമെന്റ്സ്? പി പ്രിൻസിപ്പൽ എമൗണ്ട്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടി ദ നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഈ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നു. ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിൽ എഴുതിയാൽ മതി. പക്ഷെ ഈ ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിലോ അതിനെ ഒന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ഫംഗ്ഷനിലെ ഇത്തരത്തില് 2 ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് മാത്രം നൽകിക്കൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഈ 3 രീതികളും ശരിയാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ പിയും ആറും മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടിയുടെ വാല്യൂ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. മൂന്നാമത്തെ കോൾ സ്റ്റേറ്റ്മെന്റിൽ പി മാത്രമേ പാസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ആറിനും ടിയിനും ഇവിടെ നൽകിയിട്ടുള്ള ഡിഫോൾട്ട് വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യപ്പെടുക. The initialized formal arguments are called the default arguments. 6ലേക്ക് 9.5 ആണ് അസൈൻ ചെയ്യപ്പെടുക. അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ള 8.5ഓ? ഇവിടെ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റിന്റെ വാല്യൂ ആണ് 6ലേക്ക് എടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഈ വാല്യൂ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ
ആറിലേക്ക് 8.5 ആയിരിക്കും എടുക്കുക. ഓൾസോ ടി വിൽ ടേക്ക് ദ വാല്യൂ 4 ഇൻസ്റ്റെഡ് ഓഫ് 1. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കപ്പെടുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ഓർ വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ് ആർ കോൾഡ് ദി ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ ഹെഡറിലുള്ള ആർഗ്യുമെന്റ്സ് പി, ആർ ആൻഡ് ടി ആർ ദി ഫോർമൽ പാരാമീറ്റേഴ്സ് ഓർ ദി ആർഗ്യുമെന്റ്സ്. പക്ഷെ ഇവിടെ ആറും ടിയും ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സും കൂടിയുമാണ്. കാരണം അവ രണ്ടും ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർഗ്യുമെന്റ് ലിസ്റ്റിലെ അവസാനം വേണം ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സിന് ശേഷം ഓർഡിനറി അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യപ്പെടാത്ത ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം.